Hi students. Next we are going to prepare profit and loss account. Fifth illustration 5 ആണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. Prepare profit and loss account from the following balances extracted from the books of business for the year 2018. Gross profit തന്നിട്ടുണ്ട് 1,85,000. Salaries 20,000. ഗ്രോസ് പ്രോഫിറ്റ് തന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ട, ജസ്റ്റ് നേരിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം. സോ ഗ്രോസ് പ്രോഫിറ്റ് 1,85,000, സാലറീസ് 20,000, റെന്റ് ആൻഡ് റേറ്റ് 5,000. അപ്പൊ നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് നമ്മൾ എന്ത് ചെയ്യും? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ബൈ ഗ്രോസ് പ്രോഫിറ്റ് ബ്രോ ഡൗൺ എന്ന് പറഞ്ഞിട്ട് ക്രെഡിറ്റ് സൈഡിൽ എഴുതും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. സാലറീസ് എന്താ ചെയ്യാം? സാലറീസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യും. സോ അതൊരു ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, നമ്മൾ ഡെബിറ്റ് ചെയ്യും. റെന്റ് ആൻഡ് റേറ്റ് 5,000 ഡെബിറ്റ് ചെയ്യും. സ്റ്റേഷനറി എന്ന് പറയുന്നതും എന്ത് തന്നെയാണ്? എക്സ്പെൻസ് ആണ്. ചെറിയ ചെറിയ ഐറ്റംസ് നമ്മൾ ഓഫീസ് ആവശ്യത്തിനൊക്കെ വാങ്ങുന്നതാണ് സ്റ്റേഷനറി എന്ന് പറയുന്നത്. ഓക്കെ, 1,000. പോസ്റ്റേജ്, നമ്മൾ എന്തെങ്കിലും പോസ്റ്റൽ കൊറിയർ അയക്കുക, പോസ്റ്റൽ അയക്കുക, അങ്ങനെ വരുന്ന ചെലവ്. ഇൻഷുറൻസ് വരും. നമ്മളല്ല ഒന്നും പറഞ്ഞില്ലെങ്കിൽ ഇൻഷുറൻസ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ തന്നെ എടുക്കുക. പ്രത്യേകിച്ച് എന്തെങ്കിലും മെൻഷൻ ചെയ്യുകയാണെങ്കിലാണ് ട്രേഡിംഗ് അക്കൗണ്ടിൽ വരുള്ളൂ. റിപ്പയർസ് വരും. ഡിപ്രീസിയേഷൻ, ഇതൊക്കെ നമുക്ക് സാധാരണ ഓഫീസ് എക്സ്പെൻസ് ആയിട്ട് കണക്കാക്കുന്നതാണ്. ഡിപ്രീസിയേഷൻ, അഡ്വർടൈസ്മെന്റ്, ഡിസ്കൗണ്ട്, നമുക്ക് ഡിസ്കൗണ്ട് കൊടുത്തതാണ് നമ്മൾ കസ്റ്റമേഴ്സിനൊക്കെ. കമ്മീഷൻ ഓഫ് സെയിൽസ്മാൻ, സെയിൽസ്മാന് കമ്മീഷൻ കൊടുത്തത്, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യാം. ലോസ് ബൈ ഫയർ, അല്ലെ, നമുക്ക് എന്തെങ്കിലും നഷ്ടം വന്നു, ഫയർ, സോ അതൊരു എക്സ്പെൻസ് ആണ്. ദെൻ ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെന്റ്, അതൊരു ഇൻകം ആണ്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഷെയറിലോ അതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടും. ദെൻ പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെന്റ്, നമുക്ക് ലാഭം ഉണ്ടായി, അത് നമുക്ക് ക്രെഡിറ്റ് സൈഡ് എഴുതാം. നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞ ഷെയർ വിറ്റിട്ടോ ഡിബഞ്ചർ വിറ്റിട്ടോ ഒക്കെ നമുക്ക് ലാഭം ഉണ്ടായിട്ടുണ്ടാവും. സോ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മുടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് സെയിൽ ചെയ്തിട്ട് നമുക്ക് ലാഭം ഉണ്ടായിട്ടുണ്ടാവും. സോ അത് ക്രെഡിറ്റ് സൈഡ് എഴുതാം. അപ്പൊ എങ്ങനെ എഴുതിയെന്ന് നോക്കാം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് for the year ending 31st December 2018. രണ്ട് എമൗണ്ട് കോളം, രണ്ട് പർട്ടിക്കുലേഴ്സ് കോളം, ഡെബിറ്റ് ക്രെഡിറ്റ്. അപ്പൊ നമ്മൾ ആദ്യം ഇത് ബൈ ഗ്രോസ് പ്രോഫിറ്റ് ട്രാൻസ്ഫർഡ് ഫ്രം ട്രേഡിംഗ് അക്കൗണ്ട് 1,85,000 ക്വസ്റ്റനിൽ തന്നിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് നമ്മൾ നേരിട്ട് അത് എഴുതി. ഇനി സാലറീസ് നമ്മൾ എന്ത് പറഞ്ഞുണ്ട്? ഡെബിറ്റ് ചെയ്യുക, അല്ലെ, എക്സ്പെൻസ് ആണ്. റെന്റ് ആൻഡ് റേറ്റ്സ് ഒക്കെ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസിൽ വരുന്നതാണ്. സ്റ്റേഷനറി ഡെബിറ്റ് ചെയ്യുക, പോസ്റ്റേജ് ഡെബിറ്റ് ചെയ്യുക, ഇൻഷുറൻസ് എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. റിപ്പയേഴ്സ് എന്ത് ചെയ്യാം? 1,500 ഡെബിറ്റ് ചെയ്യുക. ഡിപ്രീസിയേഷൻ 5,000, അതും എന്തുതന്നെയാണ്? ഒരു എക്സ്പെൻസ് ആണ്. അഡ്വർടൈസ്മെന്റ് എക്സ്പെൻസ് ആണ്. ഡിസ്കൗണ്ട് അലൗഡ് എക്സ്പെൻസ് ആണ്. കമ്മീഷൻ ഓൺ സെയിൽസ്മാൻ, ബാഡ് ഡെപ്റ്റ്, ലോസ് ബൈ ഫയർ, ഇത്രയാണ് എക്സ്പെൻസ് ആയിട്ടുള്ളത്. ഈ ലോസസ്, അതായത് നമുക്ക് വരുന്ന എക്സ്പെൻസുകളും ലോസസും നമ്മൾ ഡെബിറ്റ് ചെയ്യും. ഇനി നമ്മൾ ക്രെഡിറ്റ് സൈഡ് എന്തൊക്കെ വരും? ഇതേപോലെ നമ്മൾ ആദ്യം എഴുതിയ ഗ്രോസ് പ്രോഫിറ്റ് വരും. പിന്നെ വരുന്ന ഐറ്റം ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെന്റ്, നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ഇട്ടു, ബാങ്കിൽ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ഇട്ടു, ഇൻട്രസ്റ്റ് കിട്ടില്ലേ? അപ്പൊ അതൊക്കെ നമ്മൾ ഇവിടെ ക്രെഡിറ്റ് സൈഡ് എഴുതണം. ബൈ പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെന്റ്, സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് പ്രോഫിറ്റ് ഉണ്ടായി, അതും എഴുതാം. സോ നമ്മൾ ബാലൻസ് ചെയ്യാം. ബാലൻസ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 1,40,000 ആണ്. സോ ഈ 1,40,000 നമ്മൾ ബാലൻസ് ഷീറ്റിലേക്ക് എഴുതുക ചെയ്യുക. ക്യാപിറ്റലിന്റെ കൂടെ എന്ത് ചെയ്യും? ആഡ് ചെയ്യും, ബാലൻസ് ഷീറ്റ്. സോ ഇങ്ങനെ 1,40,000 ആണ് നമുക്ക് കിട്ടുക. അപ്പൊ ഒന്നുമില്ല, നമ്മൾ ഗ്രോസ് പ്രോഫിറ്റ് ക്രെഡിറ്റ് സൈഡിൽ എഴുതും. പിന്നെ ഡയറക്റ്റ് എക്സ്പെൻസ് ഒക്കെ ട്രേഡിംഗ് അക്കൗണ്ടിൽ എഴുതാം. ഇനി അതിൽ വരാത്ത എക്സ്പെൻസുകളും ഇൻകംസും ആണ് നമ്മൾ ഇവിടെ എഴുതാം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഓക്കെ, മനസ്സിലായല്ലോ? അടുത്തൊരു പ്രോബ്ലം, നമുക്ക് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് രണ്ട് പ്രിപ്പയർ ചെയ്യാനുള്ളതാണ്. അപ്പൊ നമ്മൾ സെപ്പറേറ്റ് ആണ് ചെയ്തത്. ട്രേഡിംഗ് അക്കൗണ്ട് ഒരു പ്രോബ്ലം ചെയ്തു, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഒരു പ്രോബ്ലം ചെയ്തു. അപ്പൊ ഇതിൽ ഫസ്റ്റ് ഓപ്പണിംഗ് സ്റ്റോക്ക് തന്നിട്ടുണ്ട്. ഓപ്പണിംഗ് സ്റ്റോക്ക് ഓൺ 1st January 2018. ഓപ്പണിംഗ് സ്റ്റോക്ക് എന്താ ചെയ്യാം? ട്രേഡിംഗ് അക്കൗണ്ടിൽ നമ്മൾ എന്ത് ചെയ്യും? ടു ഓപ്പണിംഗ് സ്റ്റോക്ക് ഫസ്റ്റ് എഴുതുന്നത്. പർച്ചേസസ് എന്ത് ചെയ്യണം? ആഡ് ചെയ്യേണ്ടതല്ലേ, അല്ലെ? അത് ഇന്നർ കോളത്തിൽ എഴുതേണ്ടതാണ് പർച്ചേസസ്. ഇനി പർച്ചേസ് റിട്ടേൺ ഉണ്ടോ നോക്കാം. പർച്ചേസ് റിട്ടേണിന് നമ്മൾ എന്താ പറയാ? നമുക്ക് നോക്കാം. പർച്ചേസ് റിട്ടേൺ ഉണ്ടെങ്കിൽ അത് ലെസ് ചെയ്യണം. കമ്മീഷൻ റിസീവ്ഡ്, അതെന്താ?
കമ്മീഷൻ റിസീവ്ഡ് ഒരു ഇൻകം ആയിട്ട് നമ്മൾ എവിടെ കാണിക്കേണ്ടതാ? ഇത് നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് വരിക, ട്രേഡിംഗ് അക്കൗണ്ടിലല്ല. ഫസ്റ്റ് ഉണ്ടാക്കുന്നതിലല്ല വരിക, സെക്കൻഡ് ഭാഗത്താണ് വരിക. റെന്റ് ആൻഡ് റേറ്റ് ഓഫ് ടാക്സസും അതെ സെക്കൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ്. സാലറീസ് ആൻഡ് വേജസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ്. സെയിൽസ് എവിടെ എഴുതും? സെയിൽസ് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡ് എഴുതും. അടുത്ത രണ്ടായിട്ടാണ് റിട്ടേൺ ഇൻവേർഡ്, റിട്ടേൺ ഔട്ട്വേർഡ്. റിട്ടേൺ ഇൻവേർഡ് എന്ന് പറഞ്ഞാൽ എന്താ? സെയിൽസ് റിട്ടേൺ. നമുക്ക് ഇങ്ങോട്ട് വന്നു, കമ്പനിയിലേക്ക് വരുന്ന റിട്ടേൺ എന്താ? നമ്മൾ വിറ്റതല്ലേ. സോ സെയിൽസ് റിട്ടേൺ ആണ് റിട്ടേൺ ഇൻവേർഡ്. റിട്ടേൺ ഔട്ട്വേർഡ് അപ്പൊ എന്തായിരിക്കും? പർച്ചേസ് റിട്ടേൺ. സോ റിട്ടേൺ ഇൻവേർഡ് മീൻസ് സെയിൽസ് റിട്ടേൺ, റിട്ടേൺ ഔട്ട്വേർഡ് മീൻസ് പർച്ചേസ് റിട്ടേൺ. ഔട്ട്വേർഡ് നമ്മൾ വാങ്ങിയത് എന്തെങ്കിലും തിരിച്ചു കൊടുക്കാം. സോ പർച്ചേസിന് പർച്ചേസ് റിട്ടേൺ കുറയ്ക്കണം, സെയിൽസിന് സെയിൽസ് റിട്ടേൺ കുറയ്ക്കണം. അപ്പൊ ഇവിടെ പർച്ചേസിന് ലെസ് ചെയ്യേണ്ടത് എന്താ? റിട്ടേൺ ഔട്ട്വേർഡ് ആണ്. സെയിൽസിന് ലെസ് ചെയ്യേണ്ടത് എന്താ? റിട്ടേൺ ഇൻവേർഡ് ആണ്. പിന്നെ സൺഡ്രി എക്സ്പെൻസ് പറഞ്ഞാൽ നമ്മൾ ചെറിയ ചെറിയ എക്സ്പെൻസുകൾ ഉണ്ടാവും, ജനറൽ എക്സ്പെൻസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്, അതൊക്കെ എഴുതാം. അതെവിടെ എഴുതാ? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് എഴുതാം. ബാങ്ക് ചാർജസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ്. ഡിസ്കൗണ്ട് റിസീവ്ഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഇൻകം ആയിട്ട് എഴുതും, ക്രെഡിറ്റ് സൈഡ് എഴുതും. ക്യാരേജ് ഓൺ പർച്ചേസോ? ക്യാരേജ് ഓൺ പർച്ചേസ് എന്ന് പറഞ്ഞാൽ അത് ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. നമ്മൾ എവിടെ എഴുതണം? പ്രൊഡക്ഷൻ ട്രേഡിംഗ് അക്കൗണ്ടിൽ എഴുതാം. ഡിസ്കൗണ്ട് അലൗഡ് എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യാം. ക്യാരേജ് ഓൺ സെയിൽസ് എന്ന് പറയുന്നത് എവിടെ വരിക? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യും. ലൈറ്റിംഗ് ആൻഡ് ഹീറ്റിംഗ് ട്രേഡിംഗ് അക്കൗണ്ടിലാണ് വരിക. പോസ്റ്റേജ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ്. ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെന്റ് നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡ് വരും. കമ്മീഷൻ പെയ്ഡോ? ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, സോറി ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യും. ഇൻട്രസ്റ്റ് പെയ്ഡ് ഓൺ ബാങ്ക് ലോൺ, നമ്മൾ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ട്, അതിന് ഇൻട്രസ്റ്റ് കൊടുത്തു, അതും എന്താ ചെയ്യുക? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യാണ് ചെയ്യുക. അത് എക്സ്പെൻസ് ആണ്, നമ്മൾ ലോൺ എടുത്താൽ നമ്മൾ ഇൻട്രസ്റ്റ് കൊടുക്കണം, അത് നമുക്ക് എക്സ്പെൻസ് ആണ്. സോ അത് നമ്മൾ ഡെബിറ്റ് ചെയ്യും. കമ്മീഷൻ കൊടുത്തു പറഞ്ഞാലും എക്സ്പെൻസ് ആണ്, പക്ഷെ അതൊക്കെ എവിടെ കാണിക്കുക? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് കാണിക്കുക. ഇനി നമുക്ക് ക്ലോസിംഗ് സ്റ്റോക്ക് തന്നിട്ടുണ്ട്, എത്രയാണ്? 26,000. ഇനി നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞതാണ്. അപ്പൊ എങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ നോക്കാം. നമ്മൾ ഒന്നിച്ച് രണ്ട് സെപ്പറേറ്റ് ആണ് നേരത്തെ ചെയ്തത്. എങ്ങനെ ചെയ്യാം ശരിക്കും? ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ചെയ്യാം അല്ലെ. എല്ലാവർക്കും അറിയുന്നതായിരിക്കും, പ്ലസ് ടുവിനൊക്കെ പഠിച്ചതാണ്, എന്നാലും പറയാം. ഓപ്പണിംഗ് സ്റ്റോക്ക് എഴുതുക. അത് ഞാൻ പറഞ്ഞു, രണ്ട് എമൗണ്ട് കോളം നല്ലതാണ്. എവിടെ? ഉള്ളില് അല്ലെ. അപ്പൊ ട്രേഡിംഗ് അക്കൗണ്ടിലൊക്കെ നമുക്ക് ലെസ് ചെയ്യാനൊക്കെ ഉണ്ട്, അതുകൊണ്ട് രണ്ട് എമൗണ്ട് കോളം റൈറ്റ് സൈഡിൽ കൊടുക്കുക. ഒരു പർട്ടിക്കുലേഴ്സ് രണ്ട് എമൗണ്ട് കോളം അങ്ങനെ ആയിക്കോട്ടെ, അപ്പൊ നല്ലതായിരിക്കും. ഓപ്പണിംഗ് സ്റ്റോക്കിന്റെ കൂടെ എന്താ പറഞ്ഞിരിക്കണേ? പർച്ചേസ് ആഡ് ചെയ്യണ്ടേ? അപ്പൊ നമ്മൾ ഓപ്പണിംഗ് സ്റ്റോക്ക് ഔട്ടർ കോളത്തിൽ എഴുതുക, ഇന്നർ കോളത്തിൽ പർച്ചേസ് എഴുതുക, ലെസ് പർച്ചേസ് റിട്ടേൺ 3000. ബാലൻസ് എമൗണ്ട് ഔട്ടർ കോളത്തിൽ എഴുതുക. പിന്നെ ക്യാരേജ് ഓൺ പർച്ചേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു 2000 തന്നിട്ടുണ്ട്, അത് എഴുതുക. പിന്നെ ക്രെഡിറ്റ് സൈഡ് വരുന്നത് ബൈ സെയിൽസ് 1,62,100 ആണ്, അതിന്ന് റിട്ടേൺ കുറയ്ക്കുക. ദെൻ പിന്നെ വരുന്നത് ക്ലോസിംഗ് സ്റ്റോക്ക് ആണ്. അപ്പൊ ഇത്രയാണ് ഡയറക്റ്റ് എക്സ്പെൻസും ഡയറക്റ്റ് ഇൻകംസും വരുന്നത്. അപ്പൊ ട്രേഡിംഗ് അക്കൗണ്ടിൽ വന്നിട്ടുള്ള ഐറ്റംസ് ഇത്ര മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം നമ്മൾ എഴുതേണ്ടത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ്. അപ്പൊ ഇത് ബാലൻസ് ചെയ്യുക. കിട്ടുന്ന എമൗണ്ട് ഗ്രോസ് പ്രോഫിറ്റ് എത്ര വന്നു? 48,700 അല്ലെ. ഇനി ഈ ഗ്രോസ് പ്രോഫിറ്റ് എന്ത് ചെയ്യണം? നമ്മൾ ബൈ ഗ്രോസ് പ്രോഫിറ്റ് ബ്രോ ഡൗൺ എന്ന് പറഞ്ഞിട്ട് ക്രെഡിറ്റ് സൈഡ് എഴുതുക. ഇനി നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ് പ്രിപ്പയർ ചെയ്യുന്നത്. സെപ്പറേറ്റ് ഹെഡിങ് ഒന്നുമില്ല, ഒന്നിച്ചൊരു ഹെഡിങ് ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ നോക്കുക ഡെബിറ്റ് സൈഡ് എന്തൊക്കെ വരും. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു റെന്റ് റേറ്റ് ആൻഡ് ടാക്സസ് 8,600 അല്ലേ. അത് നമ്മൾ എന്താ പറഞ്ഞ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. സാലറീസ് ആൻഡ് വേജസ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. സൺഡ്രി എക്സ്പെൻസ്, ബാങ്ക് ചാർജസ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് വരുന്ന എക്സ്പെൻസ്, ഓഫീസ് എക്സ്പെൻസ് ആയിട്ട് കണക്കാക്കാം. ഡിസ്കൗണ്ട് അലൗഡ്, കസ്റ്റമേഴ്സിന് ഡിസ്കൗണ്ട് കൊടുക്കുന്നത്. ക്യാരേജ് ഓൺ സെയിൽസ് പറഞ്ഞാൽ നമ്മൾ സാധനങ്ങൾ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ ചാർജസ് ആണ്. പോസ്റ്റേജ് വരും. കമ്മീഷൻ കൊടുക്കേണ്ടി വരും ചിലപ്പോൾ നമുക്ക് സെയിൽസ്മാനൊക്കെ. ഇൻട്രസ്റ്റ് പെയ്ഡ് ഓൺ ലോൺ എന്ന് പറഞ്ഞാൽ കമ്പനി വരെ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ ഇൻട്രസ്റ്റ് കൊടുക്കുന്നുണ്ടാവും. സോ അതൊരു എക്സ്പെൻസ് ആണ്. നമ്മൾ ചിലപ്പോൾ എന്താ പറയുക മെഷീനറി വാങ്ങാനൊക്കെ ലോൺ എടുത്തിട്ടുണ്ടാവും, അപ്പോൾ അതൊരു എക്സ്പെൻസ് ആണ്. ഇനി നമ്മൾ ക്രെഡിറ്റ് സൈഡ് എന്താ വരിക? കമ്മീഷൻ റിസീവ്ഡ്, അതേപോലെ ഡിസ്കൗണ്ട് റിസീവ്ഡ്, ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെന്റ്സ്, ഇതൊക്കെ വരും ക്രെഡിറ്റ് സൈഡ്. ഇതെല്ലാം കൂടി നമ്മൾ ടോട്ടൽ ചെയ്തു. ദെൻ ബാലൻസ് ചെയ്താൽ കിട്ടുന്നത് 21,170 ആണ് നമ്മൾ എന്ത് പറയുക? നെറ്റ് പ്രോഫിറ്റ്. മനസ്സിലായോ?
ഒന്നുമില്ല, നമ്മൾ ഗ്രോസ് പ്രോഫിറ്റ് എടുത്ത് എഴുതുക, കമ്മീഷൻ റിസീവ്ഡ്, അതേപോലെ ഇൻഡയറക്റ്റ് ഇൻകംസ് ഒക്കെ നമ്മൾ ക്രെഡിറ്റ് സൈഡ് എഴുതുക, എക്സ്പെൻസ് ഒക്കെ ഡെബിറ്റ് സൈഡ് എഴുതുക. മനസ്സിലായോ? ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക. പ്രോബ്ലം ചെയ്യുക, അപ്പോഴാണ് മനസ്സിലാവുള്ളൂ, ജസ്റ്റ് കേട്ടിട്ട് കാര്യമില്ല. സോ പ്രോബ്ലംസ് എല്ലാവരും ചെയ്ത് പഠിക്കുക. ഓക്കെ, താങ്ക് യു.